അങ്ങോട്ട് പോയി ചാൻസസ് ചോദിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ ആദ്യം മുതല അങ്ങനെ തുടങ്ങിയ എപ്പോഴും ചാൻസസ് ചോദിച്ചിട്ടും ഓഡിഷന് പോയിട്ടും ഒക്കെ തന്നെ തുടങ്ങി. ഇപ്പോഴും അങ്ങനെ നമ്മൾ അറിയുന്ന നമ്മുടെ ഇടയിലുള്ള സിനിമ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ ചരട് വലി തുടങ്ങും. ഒരു സൈഡിൽ നിന്ന് മെല്ലെ വലിച്ച് അങ്ങോട്ട് എത്തിക്കും. അതെ. ജാഫ്രിക്കനെ കഴിഞ്ഞിടയ്ക്ക് ഇന്റർവ്യൂ എടുത്തപ്പോ എനിക്കൊരു സ്ക്രീൻ ഒരു മെസ്സേജ് ഇങ്ങനെ കാണിച്ചു തന്നു. ഇതേപോലെ ജിത്തു സാറിന്റെ അടുത്ത് പുതിയ സിനിമ തുടങ്ങിയെന്ന് അറിഞ്ഞു, ഒരു ചാൻസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കും ഇത്ര വലിയ നടന്മാരൊക്കെ ചാൻസ് ചോദിക്കുവോ? അപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നത്. ഞാൻ വിചാരിച്ചു ബിഗിനേഴ്സ് മാത്രമേ അങ്ങനെ ചാൻസസ് ഒക്കെ ചോദിക്കുള്ളൂ. ചോദിക്കുന്നോണ്ട് എന്താ നമുക്ക് ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്നോണ്ട് അത് നമ്മുടെ ആഗ്രഹമല്ലേ സിനിമകൾ ചെയ്യുക, അത് നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്യുക എന്നുള്ളത്. ഇത് പിന്നെ ഒരു ടീം വർക്കും കൂടിയാണല്ലോ. എപ്പോഴും ഒരു കണക്ഷൻ, കോണ്ടാക്ട് എല്ലാം ഇതിൽ ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ സൗഹൃദങ്ങള് എല്ലാം ഇതിനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നവര് ചോദിക്കുന്നത് ഇതൊക്കെ ഡയറക്ടർ മൈൻഡിൽ അപ്പൊ തോന്നുന്ന കാസ്റ്റിങ്ങിൽ പല ഫാക്ടറും ഉണ്ടല്ലോ. ചിലപ്പോ നമ്മളൊരു ചോദ്യം ആ കറക്റ്റ് ടൈമിങ്ങിലുള്ള ചോദ്യമായിരിക്കും, ചിലപ്പോ കറക്റ്റ് ടൈമിൽ സംഭവിക്കുക. നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടുക, നമ്മൾ ചിലപ്പോ റാൻഡംലി ഉള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും അല്ലെ ഒരു സിനിമയിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അതുപോലെ സൗഹൃദങ്ങൾക്കും നല്ലൊരു പങ്ക് കാണത്തില്ലേ? നമുക്കിങ്ങനെ ഒരാളെ സജഷൻ കൊടുക്കുക അങ്ങനത്തെ ഒക്കെ. അതെ. നമ്മൾ ഡിസ്കഷനിൽ ഇരിക്കുമ്പോ നമ്മൾ പറയാ ഇന്ന ആള് വെച്ചാലോ എന്നൊക്കെ നമ്മളൊക്കെ ചോദിക്കുമല്ലോ പരസ്പരം. അതുപോലെ നമ്മളെ വേറെ ആൾക്കാര് പറയുന്നുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാ സിനിമകളും. അശ്വിന്റെ ഒരു വേ ഓഫ് ഇൻഡു മൂവീസ് നമ്മുടെ മഴവിലെ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മൂവിയിലോട്ട് വരുന്ന ഒരു പാത്ത് ഈസി ആയിരുന്നു ശരിക്കും പറഞ്ഞാല്? ഈസി അല്ല, ഞാൻ ആ ഷോ പോലും ചൂസ് ചെയ്തത് സിനിമയിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു. കാരണം അതിൻ്റെ എത്രയോ പുറകിൽ തൊട്ടേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഡയറക്റ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എഴുതാൻ തുടങ്ങി. എഴുതിയിട്ട് അത് പോയി അപ്രോച്ച് ചെയ്താൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്ന കരുതി അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബമ്പർ ചിറ്റിയുടെ വരുന്നത്. അപ്പം ചിലത് നമ്മൾ എത്ര ശ്രമിച്ചാലും, നമ്മൾ ഉറപ്പായിട്ട് ശ്രമിക്കണം, എത്ര ശ്രമിച്ചാലും ചിലതിന് അതിൻ്റേതായൊരു സമയമുണ്ട്. ആ സമയത്ത് അത് കറക്റ്റ് വരും. അതിന് വെറുതെ വീട്ടിലിരുന്നാൽ വരില്ല, അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന കറക്റ്റ് ആ സമയത്ത് വരും. അങ്ങനെയാണ് ആ ഷോ വരുന്നത്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മോനും സിനിമയോടുള്ള അത്രയും ആഗ്രഹം കൊണ്ട് കൂടെ നിന്നതാണോ അമ്മ? അല്ലല്ല, അമ്മ 2006 സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയതാണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് നാടകത്തിന്. അമ്മ ചെറുത് തൊട്ട് നാടകങ്ങളും പരിഷത്തിന്റെ പ്ലേകളൊക്കെ ആയിട്ട് പോകണം. അപ്പം അമ്മയുടെ കൂടെ നാടകത്തിന്റെ ക്യാമ്പുകളിലൊക്കെ ഞാൻ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനാ പോവാം അമ്മേൻ്റെ കൂടെ. സ്റ്റേ ക്യാമ്പിലൊക്കെ പോയി നിൽക്കും. അപ്പം 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ടൊക്കെ ഞാൻ നാടകങ്ങൾ കളിക്കും. സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകങ്ങൾ ഒറ്റയ്ക്ക് കളിക്കും. അല്ലാതെ 6 7 പഠിക്കുമ്പോൾ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട് സബ് ജില്ലയിൽ നാടകങ്ങൾ കളിക്കും. ഇത് നമ്മൾ തന്നെ എഴുതാനിരിക്കും, നമ്മൾ തന്നെ അങ്ങനെ ചെയ്യും. അത് അമ്മ പോകുന്നത് കണ്ട് അമ്മയുടെ അടുത്തുള്ള ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ ഫാമിലിയിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു കണക്ഷൻ കിടപ്പുണ്ട് കലാപരമായിട്ട്. ഈ നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സീരിയസ് റോൾസ് ഒക്കെ ആയിരുന്നു. ഉറപ്പായിട്ടും. അതിന്നിപ്പോ ഈ കോമഡിയിലോട്ടുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അമ്മയാണ്. അമ്മ എല്ലാം ചെയ്യും. നാടകത്തിലും കോമഡി ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അമ്മ എല്ലാം ചെയ്യുന്നൊരു അമ്മ. എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയുടെ കാര്യം പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം അമ്മ കോഴിക്കോട് സിറ്റി ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോ ഓടിക്കും. അപ്പോൾ ഈ പ്രായത്തിൽ അമ്മ 25 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 25 വർഷമായിട്ട് അമ്മ ഓട്ടോ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കലാപരമായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അമ്മ ഭയങ്കര, നമ്മൾ കോഴിക്കോട് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു അമ്മ. എല്ലാ പരിപാടിയും ഉണ്ട്. ഹെവി ലൈസൻസ് ഉള്ള ആളാണ് അമ്മ. ഹെവി ലൈസൻസിലാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ താഴത്തെ റോട്ടിൽ കൂടെ അമ്മയാണ് മിനി ബസ് ഓടിക്കുക ആളുകളെയും വെച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കും. എന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ അമ്മയാണ് അവിടുത്തെ കുട്ടി ബസ് ഓടിക്കുക. അപ്പം അമ്മ ഭയങ്കര ഒരു പ്രൗഡ് ക്യാരക്ടറാണ്. നിങ്ങളിപ്പോഴാണോ അറിഞ്ഞത്? എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയണ്ടല്ലോ. ഈ അമ്മ ഇത്ര ഒരു സംഭവം അല്ല, ഇത് ഞാൻ പലയിടത്തും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് പിന്നെ അമ്മ അതൊന്നും ആർക്കും അറിയില്ല. ഒരു സമയത്ത് തന്നെയായിരുന്നേ പറയുന്നത്. ഞാന് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ഷോയില് കാണുന്ന മോന്റെ കൂടെ നിൽക്കുന്ന ഒരു അമ്മ പാവം തന്നെയാണ്. പക്ഷേ സ്റ്റിൽ അമ്മ പാവല്ലെന്നല്ല, അമ്മ പാവം തന്നെയാണ്. പക്ഷെ ഇത്രയും സ്ട്രോങ് ഒരു നമ്മളൊന്നും ഒന്നും ചെയ്യുന്നില്ല. അല്ല, അമ്മ ഒന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ട് വരാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാൻ സെൽഫായിട്ടൊക്കെ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പം അമ്മേനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അതെ ശരിക്കും ഇപ്പോഴും ഓട്ടോ അവിടെ അല്ല അമ്മ ഇപ്പൊ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുള്ള പരിപാടികളിലേക്ക് വരും ഉറപ്പായിട്ടും. എന്നാലുവേ അല്ല ഞാനുണ്ടല്ലോ, എന്നാലുവേ നമ്മളുണ്ടല്ലോ. മക്കൾ എത്ര പേരെ ഇരിക്കുന്നത്. അപ്പൊ എന്നാലേ പക്ഷെ സ്റ്റിൽ ആ ഓട്ടോ ഇപ്പോഴും ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കാര്യമല്ല. അല്ല അമ്മയ്ക്ക് അത് അങ്ങനെ പെട്ടെന്ന് വിടാനും പറ്റില്ലേ, കാരണം ഞങ്ങളൊക്കെ ഒരു കാലത്ത് അതിൻ്റെ മുകളിലാണ് ജീവിച്ചത്. അമ്മ ഓടി കിട്ടുന്നത് കൊണ്ട് ജീവിച്ചൊരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. 25 വർഷം കണ്ടിന്യൂസ് അമ്മ ഓടിക്കാന്ന് പറഞ്ഞാൽ ആലോചിക്ക്, ചെറിയ പണിയല്ല. നമ്മുടെ കൈയൊക്കെ കണ്ടാൽ നമുക്ക് ടെൻഷനാവും. അത്രയും കാലങ്ങളായിട്ട് ഇത് ഓടിച്ചോണ്ടിരിക്കല്ലേ, ഇച്ചിരി ടഫാണ്. അതൊരു വേറെ ഫീലിംഗ്. അമ്മ മകൻ അമ്മ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് സംസാരിച്ചു തുടങ്ങിയാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ബാക്കി എന്തിനു റീപ്ലേസ് ചെയ്താലും എന്ത് ദൃശ്യം വണ്ടടിച്ചിരിക്കുന്നത്. അമ്മയുടെ കാര്യം കേട്ടിട്ടില്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കണത്. ശരിക്കും ഒരു വണ്ടർ വുമൺ ആണ്. അപ്പൊ ശരിക്കും എല്ലാ അമ്മമാരും അതെ അതെ ഭയങ്കര അവര് അല്ല വേറൊരു പ്രത്യേകത, ഈ അമ്മമാർക്ക് എല്ലാവരെയും മക്കളെല്ലാവരെയും ഇഷ്ടമാണെങ്കിൽ പോലും ആൺകുട്ടികൾ കുറച്ചും കൂടെ കണക്ട് ആയി നിൽക്കുന്നത് അമ്മമാരായിട്ടായിരിക്കും. എല്ലാവരും എന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കൂടുതലും ആണുങ്ങൾ അമ്മമാരായിട്ടായിരിക്കും. അതുപോലെ പെൺകുട്ടികൾ അച്ഛന്മാരായിട്ടായിരിക്കും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെ ഒരു അതിനൊന്നും ഒരിക്കലും ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് പുതിയ പിള്ളേർ ജെൻസി അങ്ങനെ ഇങ്ങനെ കാറ്റഗറി പറയുന്നുണ്ട്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അമ്മ ഇഷ്ടം അല്ലെങ്കിൽ അമ്മ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും കാലഘട്ടം ഇല്ല. അതിന് പഴയ 90s അല്ലെങ്കിൽ 2K അങ്ങനെയൊന്നുമില്ല. അമ്മ അതൊരു എന്താണ്, അതൊരു മിത്തോ എന്താണ് പൈതൃകോ അങ്ങനെ എന്തൊക്കെയോ ആണത്. അപ്പൊ അങ്ങനെ ഒരു അത് എനിക്കിപ്പോ പേഴ്സണലി ഭയങ്കര കണക്ട് ആവുന്ന ഒരു സാധനമാണ്. എനിക്കൊന്നും അതിപ്പം നമ്മൾ അത് റിലേറ്റ് ചെയ്ത് ഒരു സിനിമ വന്നാൽ പോലും ഉറപ്പായിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. അമ്മ ഭയങ്കര സ്ട്രോങ് കണ്ടന്റ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കഥാപാത്രം അമ്മയ്ക്ക് കിട്ടട്ടെ. എന്റെ മനസ്സിൽ അങ്ങനെ പ്ലാൻ ചെയ്യോ? ആലോചിക്കാനും നമ്മളെപ്പോഴും എന്താ കാസ്റ്റിംഗിലേക്ക് വരുമ്പോ അത്രയും കാലിബറുള്ള ആളുകളൊക്കെ പെർഫോം ചെയ്യണൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ എന്തുകൊണ്ടാ പോവാത്തത് എന്നൊക്കെ നമ്മള് അതാണ്. ഇത് നമ്മുടെ കയ്യിലല്ല, ആരും കുറ്റം പറയാൻ. ഇത് മൊത്തത്തിൽ അങ്ങനെയാട്ടോ. ചില കാസ്റ്റ് പോലും നമ്മൾ തീരുമാനിച്ച പോലെ നടക്കൂല. ചിലപ്പോ അവർക്ക് അവരുടെ ഡേറ്റ്സ് കാരണം ചിലപ്പോ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ വേറെ റീപ്ലേസ്മെന്റ് നോക്കും. ചിലപ്പോ ആ റീപ്ലേസ്മെന്റ് ആയിരിക്കും നമ്മൾ ഞെട്ടിച്ച് കളയുന്ന പെർഫോമൻസ് നമുക്ക് കിട്ടുക. അങ്ങനെയും നമുക്ക് പലപ്പോഴും ഇത് സംഭവിക്കാറുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ പടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കും ഈ പറഞ്ഞ പോലെ വന്നിട്ട് നല്ല ഹെവി ഇതാണ് നമുക്ക് നമ്മുടെ സിനിമയിലെ അമ്മയും അങ്ങനെ മാറി വന്നൊരു അമ്മയാണത്. അതും നമ്മുടെ പെർഫോമൻസ്, അമ്മയുടെ പെർഫോമൻസ് നല്ല ഹെവി പെർഫോമൻസ് ആണ്. അത് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും. അതെ അതെ. അപ്പൊ എന്തായാലും എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമ ആകട്ടെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മേനോട് എന്റെ അന്വേഷണം പറയണം ഉറപ്പായിട്ടും. അപ്പൊ അമ്മ ഒരു 1-1.5 കൊല്ലം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്പേസിലേക്ക് ഉറപ്പായിട്ടും ചേഞ്ച് ആവുന്ന അതിനുള്ള പണി എടുക്കുന്നുണ്ട്. അതെ അങ്ങനെ ആവട്ടെ. പിന്നെ അശ്വിനും ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.